ഹലോ ഗൈസ്, ഭ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ പോലെ വർക്ക് വീഡിയോ, കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഇന്നൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരെ പടമെന്ന് അറിയാമല്ലോ, നമ്മൾ DQ മച്ചാൻ്റെ ദുൽഖർ സൽമാൻ്റെ മൂവിയായ കാന്തയുടെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗൈസ്, പടം ഒരു രക്ഷയില്ല. കിഡിലോ എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി പടം. ഇതൊരു ഡ്രാമ പീരീഡ് ത്രില്ലർ റൈറ്റഡ്, പഴയ 1950 കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു ഡ്രാമ പീരീഡ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ കഴിഞ്ഞ ദുൽഖറിൻ്റെ മൂവി പോലെ, ലക്കി ഭാസ്കർ പോലെ അങ്ങനെയൊന്നും ഇരുന്ന് കാണാൻ പറ്റില്ല. ഇത് വേറൊരു ജേണലാണ്. എന്ന് വെച്ചാൽ ഡ്രാമ പീരീഡ് ത്രില്ലർ, ഒരു 1950 കാലഘട്ടമൊക്കെ. പക്ഷേ കിടുക്കാച്ചി പടം. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കി കളഞ്ഞ അടിപൊളിയായിരുന്നു. അതിൽ എടുത്ത് പറയേണ്ടത് ആർട്ട്, കോസ്റ്റ്യൂമ്, പിന്നെ എഡിറ്റിങ്, പിന്നെ സിനിമാറ്റോഗ്രാഫി. ഒരു രക്ഷയില്ല സിനിമാറ്റോഗ്രാഫി. ഒരു പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ ഡാനി ലൂപ്സ്. പഴയ ദുൽഖറിൻ്റെ പടത്തിലെ മഹാനടിയിലേക്ക് സിനിമാറ്റോഗ്രാഫറാണ്. പക്ഷെ പൊളി. എനിക്ക് സിനിമാറ്റോഗ്രാഫിയും കോസ്റ്റ്യൂമും ഒരു രക്ഷയില്ല. പിന്നെ ആർട്ട് ഡയറക്ടർ പ്രത്യേകം പറയണ്ട. ആർട്ട് ഡയറക്ടർ രാമലിംഗം ഒരു രക്ഷയില്ല. പിന്നെ ഇത് എന്താ വെച്ചാൽ ഒരു MKT എന്ന് പറയും, ഒരു കർണാടക മ്യൂസീഷ്യനായ MK ത്യാഗരാജൻ. പുള്ളിയുടെ അതേ സെയിം കഥാപാത്രമാണ് ദുൽഖർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ദുൽഖറിൻ്റെത് TKM എന്നാണ് ദുൽഖറിൻ്റെ കഥാപാത്രത്തിൻ്റെ നെയിം വരുന്നത്, TKM. പിന്നെ കിട്ടില്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ മിസ് ചെയ്യലും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ ലക്കി ഭാസ്കർ മോഡൽ പടമാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിരിക്കണമെങ്കിൽ. ഇത് അതേപോലത്തെ പടമല്ല. ഇത് ഒരു രക്ഷയില്ല. ദുൽഖർ പൊളിച്ചടിക്കും. ദുൽഖർ മാത്രമല്ല, പിന്നെ സമുദ്രക്കനി, പിന്നെ റാണ, പിന്നെ ആ നടിയുടെ പേര് ഭാഗ്യശ്രീ ബോസ് എന്നാണ് നടി. ആ നടിയും നല്ല രീതിയിൽ അഭിനയിച്ചു. അടിപൊളിയായിരുന്നു. നടിയും കൂളായിരുന്നു. പിന്നെ ഇത് ക്ലൈമാക്സ് എൻഡിൽ വന്നൊരു ഹാഫ് ടൈമിന് ശേഷം ഒരു ത്രില്ലർ മോഡലൊക്കെ വരും. പക്ഷേ അടിപൊളി പടം, ഒരു രക്ഷയില്ല ഗായ്സ്. നിങ്ങൾ കാണേണ്ട പടം തന്നെ. ദുൽഖർ സൽമാൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പം ദുൽഖർ സൽമാൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഏറ്റവും നല്ല പിന്നെ നമുക്ക് ദുൽഖർ സൽമാൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പ്രൂവ് ചെയ്ത ആക്ടറാണ് നമ്മളെ മമ്മൂക്കയുടെ ഒരു പുത്രനാണ്. പക്ഷെ ആ ലെവലിലല്ല വന്നതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അജന്ത തിയേറ്ററിലായിരുന്നു നമ്മൾ സെക്കൻഡ് ഷോ ഇറങ്ങിയത്. എൻ്റെ പൊന്നോ, അന്നോട്ടേ പ്രൂവ് ചെയ്തതാണ് ദുൽഖർ സൽമാൻ. ഒരൊറ്റ പേര് സെക്കൻഡ് ഷോ, ഉസ്താദ് ഹോട്ടൽ, ഒരുപാട് പടമുണ്ട് നല്ല നല്ല കിടിലം പടം. അതിൽ പ്രൂവ് ചെയ്താണ് ദുൽഖർ സൽമാൻ. പിന്നെ ഇത് എടുത്തു പറയേണ്ടത്, റാണയൊക്കെ വന്ന് ഇപ്പം പ്രൊമോഷൻ വന്നിട്ട് ദുൽഖറിനെ പറയാനുണ്ട് നടിപ്പ് ചക്രവർത്തി എന്ന്. സത്യത്തിൽ ആ പേര് ആപ്റ്റായ ഒരു ആക്ടറാണ്. സത്യം പറയും ഒരു രക്ഷയില്ല. ചില സീനുകളുണ്ട്, മറ്റേ ക്യാമറ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കുറേ ഷോർട്ട്സൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പടം കാണുമ്പം അറിയാൻ പറ്റും. കിണ്ണം കിണ്ണം കാച്ചിയത്. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. പിന്നെ DQ പീക്ക് ലെവൽ. DQൻ്റെ കാര്യം പറയണ്ട. പിന്നെ സമുദ്രക്കനി, പിന്നെ റാണയൊക്കെ ഹാഫ് ടൈമിന് ശേഷമാണ് പറഞ്ഞത്. എങ്കിലും കൊള്ളാം, നല്ല പടം, കിടിലം പടം. പിന്നെ ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരിതല്ല. ലക്കി ഭാസ്കർ അതേ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒന്നും ഇതിലില്ല. ഇതൊരു പീരിയഡ് ഡ്രാമ ത്രില്ലറാണ്. സൂപ്പർ പടമാണ്. നിങ്ങൾ മിസ് ചെയ്യേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. പിന്നെ പെർഫോമൻസ് എല്ലാവരും കിടും. പിന്നെ ക്ലാസിക് ത്രില്ലർ DQ തന്നെ ഇതിൽ പറയണ്ട. മസ്റ്റ് DQവിനെ കാണണം. ആ 2 മണിക്കൂർ 43 മിനിറ്റും ഉണ്ട് സിനിമ. പടം മൊത്തത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ ദുൽഖറിൻ്റെ നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് നമ്മളെ മലയാളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിച്ച് കളഞ്ഞു. JXP ജോയ് പറയണ്ടല്ല. തുടരും ഇപ്പം അടുപ്പിച്ച് ഹിറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടരും, ലോക എല്ലാം അടുപ്പിച്ച് ഹിറ്റായിട്ടിരിക്കുന്നു. അതേ സെയിം ഇതിൽ തന്നെ ഒരു രക്ഷയില്ല. ദുൽഖറിനെ കാണിക്കുമ്പോൾ ഒരു ഇൻട്രോ മ്യൂസിക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊളി ഒരു രക്ഷയില്ല. പിന്നെ കോസ്റ്റ്യൂമൊക്കെ അറിയാം, പഴയ കോസ്റ്റ്യൂമാണെങ്കിലും അത് ചെയ്തേക്കണെല്ലാം അടിപൊളി. പിന്നെ ആർട്ട് രാമലിംഗം എന്ന് പറഞ്ഞ പുള്ളിയാണ് ആർട്ട് പെർഫെക്റ്റ്. ഇതെൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെന്നെന്ന് സുഖമായിട്ട് കണ്ടു. അടിപൊളി കിടിലം പടം. ദുൽഖർ സൽമാൻ്റെ ഈ
ഈ ഇടയ്ക്ക് വന്നതിൽ ഏറ്റവും പീക്ക് ലെവൽ പെർഫോമൻസാണ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ്, നിങ്ങൾ കണ്ടിട്ട് പിന്നെ ഗായ്സ് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഇത് മൈ ഒപ്പീനിയനാണ്. പടം കിടും മൂവി. സൈലൻ്റായിട്ട് വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണക്റ്റ് ആവും. അടിപൊളി കിടിലം പടം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയുക എന്താണെന്ന്. അത് എന്തായിരുന്നാലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എങ്കിലും ഇപ്പം ഈയിടെ കണ്ടതിൽ എനിക്ക് ഈയിടെ ദുൽഖർ സൽമാൻ്റെ കണ്ടതിൽ ഏറ്റവും നല്ല പടം മഹാനടിക്ക് ശേഷം പിന്നെ ലക്കി ഭാസ്കർ, പിന്നെ അത് ഇത് ഒരു രക്ഷയില്ല. കിടിലം പടം 2 years വെയിറ്റ് ചെയ്ത് നന്നായി. അടിപൊളി പടം, അടിപൊളി. അതിൻ്റെ ഡയറക്ടർ സെൽവരാജ്, പുള്ളിയെ അഭിനന്ദിച്ചേ പറ്റൂ. ഒരു രക്ഷയില്ല നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പടം. 1950 കാലഘട്ടത്തിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഒരിടത്തും അങ്ങനെ, പിന്നെ ചെറിയ അടുത്ത് മാത്രം ചെറുതായിട്ട് ലാഗ് വരുന്നുണ്ട്. പക്ഷെ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുന്നെങ്കിൽ പടം ടോപ്പ് ടച്ച്, അടിപൊളി, ഒരു രക്ഷയില്ലതാ, കിടിലം പടമാണ്. പിന്നെ നടിയും കൊള്ളാം, അടിപൊളി നടി, നല്ല നടിയായിരുന്നു ഇതിൽ. പക്ഷേ ഞങ്ങൾ ദുൽഖറിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രയ്ക്ക് ദുൽഖറിൻ്റെ പെർഫോമൻസ് പീക്ക് ലെവൽ പെർഫോമൻസാണ് ദുൽഖർ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ലക്കി ഭാസ്കർ അങ്ങനെ കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന പോലെ പെട്ടെന്ന് അങ്ങനെയൊന്നും കാണാൻ വേണ്ടി നിങ്ങൾ പോയത്. സൈലൻ്റായിട്ടിരുന്ന് കാണുക. സൈലൻ്റായിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ പടം നിങ്ങൾക്ക് കണക്റ്റ് ആവും, നല്ല രീതിയിൽ കണക്റ്റ് ആവും. പിന്നെ നമുക്ക് അഭിമാനിക്കാം, നമ്മളെ മലയാളത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു ആക്ടർ എല്ലാ ലാംഗ്വേജിലും പോയി അഭിനയിച്ച് പുള്ളിക്കാരൻ തകർക്കണേണ്. ഒരു രക്ഷയില്ല. എല്ലാ ലാംഗ്വേജും, തമിഴ്, ഹിന്ദി, കന്നഡ, പിന്നെ തെലുങ്ക്, അങ്ങനെ എല്ലാം, മോളിവുഡ്, ബോളിവുഡ്, കോളിവുഡ്, എല്ലാത്തിലും പോയി ആശാൻ തകർക്കുകയാണ്. നമുക്ക് പറയാൻ അഭിമാനിക്കാം. നമുക്ക് മമ്മൂക്കയുടെ സണ്ണാണ് എങ്കിൽ പോലും മമ്മൂക്കയുടെ പിൻബലത്തിലല്ല എങ്കിലും പുള്ളി നല്ല രീതിയിൽ ഇപ്പോഴും പെർഫോം ചെയ്ത് പോകുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. കിടിലം പടം. ഇതെൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പടം കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ റിവ്യൂസ് ഇതിൽ പറയാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. ബൈ ബൈ.